ഇത്രയും ഇട്ടാലും മതി കേട്ടോ. ഈ നടുക്ക് മാത്രം ലോക്കറ്റ് മോഡലിൽ നമുക്ക് ഇടാൻ പറ്റും. മാലകൾ ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടാലും മതി, ഒരു കുഴപ്പവും. ഇത് നമ്മൾക്ക് 100 രൂപയ്ക്ക് അകത്ത്, 100 രൂപ മാക്സിമം 100-125 രൂപയ്ക്കകത്ത് ഈ മാല നമുക്ക് ചെയ്ത് തീർക്കാം. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റ ലെയർ ക്രിസ്റ്റൽ മാത്രമാണ് ഞാൻ ഇതിനെടുത്തത്. ഇഷ്ടപ്പെട്ടോ? ഈ കളർ ഇഷ്ടം. ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെ കൈയുടെ അളവും പല രീതിയിലാണ്. ചിലർക്ക് നൈസായിരിക്കും, കുഞ്ഞുങ്ങളുടെ കൈയായിരിക്കും പോലെ, ചിലർക്ക് ഇത്രയും വലിയ കൈയായിരിക്കും. മാനസികമായിട്ട് പ്രയാസമുള്ളവർ ഒരുപാട് പേരുണ്ട്. ഈ വർക്കൊക്കെ ചെയ്യുമ്പോഴല്ലോ നമ്മൾ അതിന് ചിന്ത കൊടുക്കാതെ അതിനൊക്കെ ഗുഡ് ബൈ പറഞ്ഞ് കളയുക. എന്നിട്ട് ഇതിന് ശ്രദ്ധ കൊടുത്ത് നമ്മൾ വർക്ക് ചെയ്ത് നോക്കുക, നമുക്ക് കുറേ മാറ്റങ്ങൾ വരും. ഹായ്, അപ്പം ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും പെട്ടെന്നൊരു ബുധൻ ശനിയൊക്കെ അങ്ങ് ആകുകയാണ്. എനിക്കൊരു റെസ്റ്റ് ഇല്ലാത്ത രീതിയിലാണ്. പെട്ടെന്നാണ് ഈ ബുധനാഴ്ചയും ശനിയാഴ്ചയാകുന്നത്. ഒന്ന് കുനിങ്ങി എഴുന്നേൽക്കുന്ന സമയത്തിന് ശനിയായോ എന്നാണ് എനിക്ക് പെട്ടെന്ന് ചിന്ത വരുന്നത്. അങ്ങനെ എല്ലായിടും ഭയങ്കര മഴയാണെന്ന് പറയുന്നത് കേട്ടു. തിരുവനന്തപുരത്തും അതിന് വലിയ കുറച്ചിലൊന്നും കണ്ടില്ല. എങ്കിലും ഇന്ന് നല്ല സൂര്യൻ ഉദിച്ചിട്ടുണ്ട്. എന്തിനാണെന്നൊന്നും അറിയില്ല. ഇച്ചിരി തുണികളൊക്കെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ നനച്ച് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ വിരിച്ചിട്ടേക്കല്ലേ, അതിനെയൊക്കെ ഒന്ന് ഉണക്കാൻ വേണ്ടിയായിരിക്കും. നമുക്കിവിടെ തിരുവനന്തപുരത്തുകാർക്ക് വെയിൽ വന്നിട്ടുണ്ട്. പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ വെയിലുണ്ടോ എന്നുള്ളതും എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും നല്ലൊരു ജ്വല്ലറി ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് വിശേഷമുണ്ട്. ഈ 2 ദിവസം അടുപ്പിച്ചാണെന്ന് പറഞ്ഞാലും നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റേതായ കുറേ വിശേഷങ്ങൾ കാണും. എല്ലാം നിങ്ങൾക്ക് കേൾക്കണ്ടേ? അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരുവിധം ഈ മഴയൊക്കെ വരുമ്പോൾ നമ്മൾ സുഖമാണോ എന്ന് ചോദിക്കുന്നത് തന്നെ തെറ്റാണെന്ന് എനിക്കറിയാം. എന്നാലും ചോദിക്കാം ഇല്ലേ? മഴ വരുമ്പോഴും ഒരു സുഖമുണ്ട്, വെയിൽ വരുമ്പോഴും ഒരു സുഖമുണ്ട്. ഇത് രണ്ടും ഇടയ്ക്കാണല്ലോ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു കാലാവസ്ഥ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ടല്ലേ? അപ്പോൾ എന്തായാലും പോട്ടെ. അപ്പം എന്തൊക്കെയാണ് വിശേഷം? നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്നെ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തരും. ഞാനതെല്ലാം കേൾക്കുന്നുണ്ട്. 1-2 പേര് എൻ്റെ കമൻസിൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, ഫോൺ നമ്പർ എന്തിനാണ് വയ്ക്കുന്നത്, എടുക്കാത്തവരെന്തിനാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ എടുക്കാതിരിക്കുമെന്നുള്ളത്? പക്ഷെ നമ്മുടെ ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, അല്ല വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയമൊക്കെ ആയിരിക്കും. പകൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഞാൻ അപൂർവമാണ് എടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ തിരിച്ച് വിളിക്കാറുണ്ടെന്ന് നിങ്ങൾക്കറിയാം ഇല്ലേ? അതിൽ ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണാതിരുന്ന ഓരോരുത്തർ പെട്ടെന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് കയറി വിളിക്കുന്നവരാണ് ഇങ്ങനെ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. എന്നെ അറിയാവുന്ന ഒരു വ്യക്തികളും അത് പറയില്ല എന്നുള്ളത് എനിക്കറിയാം. ഭൂരിപക്ഷം ആൾക്കാർക്കും എൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം. കാരണം എൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുന്നുണ്ട്. നമ്മളെല്ലാം സ്ത്രീകളല്ലേ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ ജോലിക്കാരുമായിട്ടല്ലല്ലോ കഴിയുന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ജോലിക്കാരുമായിട്ടൊക്കെ കഴിയുന്നവരായിരിക്കാം ചിലപ്പോൾ ഇത് പെട്ടെന്ന് കയറി വിളിച്ചിട്ട് അവരെ കിട്ടിയില്ലല്ലോ എന്നൊക്കെയുള്ള വർത്തമാനം പറയുന്നത്. പക്ഷേ വീട്ടമ്മമാരായിട്ടുള്ളവരാരും അങ്ങനെ പറയില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ പോട്ടെ, അത് സാരമില്ല. അധികം പേരൊന്നുമല്ല, ഒരേ ഒരു വ്യക്തിയാണ്, 1-2 പേരങ്ങണ്ടേ അങ്ങനെ സംസാരിച്ചിട്ടുള്ളൂ. അത് സാരമില്ല. ആ വ്യക്തി വീഡിയോ കണ്ടിട്ട് വേണം എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട്. ഒരുപാട് സംസാരിച്ച് നമ്മൾ ബോറടിപ്പിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാം കേട്ടോ. എങ്കിലും എന്നെ കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തികളാണ്, എനിക്കതറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ജ്വല്ലറി സ്റ്റാർട്ടിങ്ങിൽ അങ്ങ് കാണിക്കട്ടെ. അതിൻ്റെ ഒരു കളർ ഞാൻ വെച്ചിരിക്കുകയാണ്, നമുക്ക് നിങ്ങളെ ഒന്ന് ചെയ്ത് കാണിക്കണമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങളെ സസ്പെൻസ് അങ്ങോട്ട് വിടുന്നില്ല. നമ്മൾ 2 ഹോളിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഒരു അടിപൊളി മാല ചെയ്തിട്ടുണ്ട്, നിങ്ങളെ കാണിക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അതിൻ്റെ ഒരു കളറാണിത്. ഇതൊരു ഒപ്പേ ക്രിസ്റ്റലാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ ക്രിസ്റ്റലാണ്, ഡാർക്ക് ഗ്രീനാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഏത് ക്രിസ്റ്റൽ എടുത്താലും ഈ ഒരു വൈറ്റ് സ്റ്റോൺ ആയതുകൊണ്ട് ഏത് ക്രിസ്റ്റലും ഇതിന് ചേരും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ കളർ തന്നെ ചോദിക്കണ്ട. കരച്ച ഉണ്ടെങ്കിൽ ഞാൻ തരും കേട്ടോ. എൻ്റെ കുറേ കളേഴ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കളേഴ്സുകളൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ക്രിസ്റ്റലാണ്. അപ്പോൾ ബ്ലാക്കിന് ഇതിനേക്കാളും ഭംഗിയായിരിക്കുമല്ലോ. ഓരോ കളേഴ്സും ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഓരോന്നിനും ഭംഗിയാണ്. ആദ്യം ഞാൻ ഈ ചുമപ്പ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഭംഗി തോന്നി. ഇവിടെ കണ്ടവരൊക്കെ പറഞ്ഞ്, ഇവിടെ നമ്മുടെ ഹോസ്റ്റലിലുള്ള അവരൊക്കെ കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞു, ഓ ചേച്ചി ഭയങ്കര രസമുണ്ട്, ഭയങ്കര രസം. അപ്പോൾ പച്ച ചെയ്തപ്പോഴത്തേ എനിക്ക് തോന്നി അത് അതിനേക്കാളും ഭയങ്കര കിടുവാണെന്ന് തോന്നി. അപ്പോൾ ബ്ലാക്ക് ഇതിനേക്കാളും കിടുവായിരിക്കും എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഓരോ കളറിനും ഓരോ പ്രത്യേകത ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ബ്ലാക്ക് ചെയ്യുന്നതിന് ഇത് 6mm ക്രിസ്റ്റലാണ്. 6mm കണ്ടല്ലോ, നല്ല സൂപ്പർ ബ്ലാക്ക്, ഭയങ്കര കറുപ്പ്, എണ്ണക്കറുപ്പെന്ന് പറയും.
പിന്നെ അടുത്തത് വേണ്ടുന്ന സാധനങ്ങൾ പറഞ്ഞുതരാം. 6mm ക്രിസ്റ്റൽ കഴിഞ്ഞിട്ട് ഗിയർ വയറ്, അതിൻ്റെ ലോക്ക്, ഗിയർ ലോക്ക് ഞാൻ ഈ കുപ്പിയോട് കൂടി ഇങ്ങനെ എടുത്ത് വെച്ച കാര്യം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം പോലും തറയിൽ വീണ് കഴിഞ്ഞാൽ നമുക്കത് നഷ്ടമാണെന്നുള്ളതാണ്. പിന്നെ വരുന്നത് അതിൻ്റെ ബാക്ക് ത്രെഡ്. ഈ ബാക്ക് ത്രെഡ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് ചെയിൻ ഉപയോഗിക്കാം. പക്ഷേ ചെറിയ ചെയിൻ കൊടുക്കുമ്പോൾ നമ്മൾ അത്രമാത്രം ബാക്കിലേക്ക് ക്രിസ്റ്റൽ കൊടുക്കേണ്ടി വരും. ഈ ത്രെഡൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത്രയും ക്രിസ്റ്റൽ മതി. അതിൻ്റെ കണക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതുപോലെ ലോങ് ചെയിൻ ഇതുപോലെ കിട്ടും. അടുത്ത് നമുക്ക് വേണ്ട നമ്പർ 3 മണി. ഇതാണ് നമ്പർ 3 മണി. ഈ നമ്പർ 3 മണിക്ക് പകരം ഞാൻ ഇതിനകത്ത് ഇട്ടേക്കുന്നത് ചെറിയ നമ്പർ 0 ആണ് ഇട്ടേക്കുന്നത് കേട്ടോ. 3 മണി മാത്രമല്ല 0 ഉപയോഗിക്കാം, 0 മാത്രമല്ല 3യും ഉപയോഗിക്കാം. പക്ഷേ 6 വേണ്ട. കാരണം അത് 6 ഇട്ട് കഴിഞ്ഞാൽ അതിനോളം ക്രിസ്റ്റലിനോട് ചേർന്ന് തന്നെ 6mm ഇരിക്കും. അതുകൊണ്ട് അത് വേണ്ട, നമുക്ക് അതിനേക്കാളും താഴ്ന്ന് നിൽക്കുന്നാൽ മതി. അടുത്തത് വേണ്ടത് മിഡി പ്ലേറ്റ്. അത് 2 ഹോളിൻ്റെ ആണ്. ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കും കേട്ടോ. പിന്നെ അടുത്ത് വരുന്നത് ക്യാപ്പാണ്, 4mm ക്യാപ്പ്. പിന്നെ വരുന്നത് നമ്മുടെ ചേടാപ്പെട്ടി. ഞാൻ പുതിയ ചേടാപ്പെട്ടിയാണേ, കണ്ടോ 2 ഹോളിൻ്റെ പുതിയ ചേടാപ്പെട്ടി. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നമുക്ക് ആവശ്യം ഫ്യൂസ് സ്റ്റാർ. ഇതാണ് ഫ്യൂസ് സ്റ്റാർ. 2 വശവും മൊട്ടോട് കൂടിയതാണ് ഫ്യൂസ് സ്റ്റാർ. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് 2 ഹോൾ വൈറ്റ് ക്രിസ്റ്റൽ. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. 2 ഹോൾ വൈറ്റ് ക്രിസ്റ്റൽ ഇതൊക്കെ ഞാൻ കാണിച്ചു തന്നതാണ്. ഇതൊക്കെ ആദ്യം വന്നതൊക്കെ പെട്ടെന്ന് അങ്ങ് തീർന്നു. ഇനി ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു വീഡിയോ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ ഈ 2 ഹോൾ ഉണ്ടാകും കേട്ടോ. ഹാൻഡ് മെയ്ഡ് ജ്വല്ലറിക്ക് എപ്പോഴും ഡിമാൻഡാണെന്ന് ഞാൻ പറയാറില്ലേ. അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം അല്ലേ, സ്റ്റാർട്ടിങ്. അപ്പോൾ ഗിയർ വയർ എടുക്കുന്ന വിധമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനെ ഇരിക്കുന്നതിന് ഇച്ചിരി കൂടുതൽ എടുത്തോണേ. ഒരിക്കലും ഇത് ഒടിഞ്ഞിരിക്കുന്ന സംഭവമൊക്കെ കട്ട് ചെയ്ത് മാറ്റിക്കോണേ. നമ്മൾ വളച്ച് കയറ്റി വെച്ചതുകൊണ്ട് അത് ഒടിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഗിയർ വയർ ഇച്ചിരി കൂടുതൽ എടുത്തോ. കാരണം കുറേ ക്രിസ്റ്റലൊക്കെ കയറേണ്ടതല്ലേ. കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു വളവ് കയറത്തക്ക വിധം ഇച്ചിരി കൂടുതലെടുത്തിട്ട്, ഇത് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല കേട്ടോ. അത്ര അഹങ്കാരിയാണ് ഈ ഒരു ഗിയർ വയർ. ഇങ്ങനെ കയറ്റി വെച്ചിട്ട് മാത്രമേ നമ്മൾ അടുത്തതിന് കട്ട് ചെയ്യാവൂ കേട്ടോ. അതൊക്കെ ഓർമ്മ ഇരുന്നോണം. നോക്കിക്കണേ എവിടെയെങ്കിലുമൊക്കെ വളവോ ഒടുവോ ഒക്കെ ഇതിൻ്റെ ഇടയ്ക്കുണ്ടോ എന്നൊക്കെ നോക്കണം. ഇത്ര എടുത്തിട്ടുണ്ട് കണ്ടോ. കൂടുതലെടുത്തോ. കാരണം നമ്മളൊക്കെ കിടന്ന് ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയാണ്. ഇച്ചിരി നഷ്ടം വന്നാലും സാരമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ദാണ്ട് ചേടാപ്പെട്ടി എടുത്തു. അങ്ങനെ ദാണ്ട് നമ്മൾ ഇതിനകത്തൂടെ ദാണ്ട് 2 ഹോൾ വഴി ഈ ഗിയർ വയർ കയറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിനെ ഈക്വലായിട്ട് പിടിച്ചിട്ട് വേണം ഇതിനെ അങ്ങോട്ട് വലിച്ചു കൊടുക്കണം. ഓക്കെ, വേണ്ട അപ്പോഴേ ഇവിടെ വന്ന് ഇങ്ങനെ നിന്ന് വേണ്ട. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 ക്രിസ്റ്റൽ ഇട്ട് കൊടുക്കുകയാണ്. ബ്ലാക്ക് ക്രിസ്റ്റൽ പൊട്ടിച്ചില്ല കണ്ടോ. മഴക്കോളൊക്കെ വരുന്നത് കണ്ടോ. ഇത് പെട്ടെന്നാണ് മഴയുടെയൊക്കെ സ്വഭാവം മാറുന്നല്ലേ. പണ്ടൊക്കെ നമുക്ക് കാലാവസ്ഥ പറയാൻ പറ്റും, നമുക്കറിയാമായിരുന്നു. കുംഭമാണെങ്കിൽ കുംഭമാസം, പിന്നെ തുലാമാണെങ്കിൽ തുലാ വർഷമൊക്കെ എപ്പോഴാണ് ഇങ്ങനെയാണ് ഇടിമിന്നൽ വരുന്നത്, ഏത് ടൈം, ഇതൊക്കെ അറിയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല. തോന്നുമ്പോൾ അങ്ങ് വരികയാണ്. എന്താ ചെയ്യാൻ അല്ലേ. അപ്പോൾ 2 ക്രിസ്റ്റൽ ഇട്ട് കൊടുക്കുകയാണ്. നോക്കിക്കോ കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മാലയാണ്. 2 ഹോളിലും 2 ക്രിസ്റ്റൽ. ഓരോ ക്രിസ്റ്റൽ ആദ്യം ഇട്ട് കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ ഇടുക. ഇനി അടുത്തത് നമ്മൾ ഒരു മിഡി പ്ലേറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. മിഡി പ്ലേറ്റിനെ ഞാൻ കട്ട് ചെയ്യുകയാണേ. 2 ലെയറിന് വേണ്ടി എവിടെയെങ്കിലുമൊക്കെ ചെന്ന് നിന്നിട്ട് അയ്യോ 2 ലെയർ താന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആ ഒരു കിട്ടുന്നതിനെ വാങ്ങിക്കുക, എന്നിട്ട് കട്ട് ചെയ്തങ്ങ് എടുത്താൽ മതി, അത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ എവിടെയെങ്കിലും ചെന്ന് ഏതെങ്കിലും ഷോപ്പിൽ ചെന്നിട്ട് നിങ്ങൾ നോക്കിയെടുക്കണം കേട്ടോ. കാരണം വെച്ചാൽ കടക്കാർ അതിന് ഹോളില്ല രണ്ടാമത് തിരിച്ചു കൊണ്ടു ചെല്ലുമ്പോൾ ചിലപ്പം ചിലർ എടുക്കണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ആകെ എടുക്കുന്നത് കുറച്ചായിരിക്കുമല്ലോ. നമ്മൾ ഹോൾസെയിലായിട്ടൊന്നും എടുക്കുന്നതല്ലല്ലോ. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഹോൾസെയിൽ എടുക്കുമ്പോൾ ഈ പറയുന്ന എല്ലാ പൊട്ട സാധനങ്ങളും കയറ്റി വിടുവരും. എല്ലാ പൊട്ട സാധനങ്ങൾ അതിനകത്ത് കാണും. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള സാധനത്തിൽ അധികം ഡാമേജ് വരില്ല കേട്ടോ. അല്ലാത്ത എല്ലാ സാധനത്തിലും ഡാമേജ് ആയിരിക്കും. അതുകൊണ്ട് ക്വാളിറ്റി സാധനങ്ങൾ നോക്കിയെടുക്കണമെന്ന് പറയുന്നത്. എന്നിട്ട്
ഞാൻ മിഡി പ്ലേറ്റ് ഇട്ടേക്കാണേ. മിഡി പ്ലേറ്റ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. ഇനി നമ്മളൊരു 4 അല്ലെങ്കിൽ ഒരു 5 ക്രിസ്റ്റൽ ഓരോ ഗിയർ വയറിലും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് 2 ഹോൾ ഇടാം. 5 ക്രിസ്റ്റൽ വെച്ച് ഇട്ടിട്ട് ഓരോ ലെയറിലും ഇടുക. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, പറയാനേ ഉള്ളു കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഈ പറയുന്ന കൂട്ടത്തിൽ എണ്ണം തെറ്റാതെ നോക്കണം. നിങ്ങൾ സംസാരിച്ചിരിക്കുമ്പോഴൊക്കെ എണ്ണം തെറ്റാതൊക്കെ നോക്കണം. എല്ലാം വളരെ ശ്രദ്ധ വേണം. ഒരു ഡ്രൈവിങ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. പിന്നെ വന്നിട്ട് ഈ മെസ്സേജുകളൊക്കെ അയക്കുന്നില്ലേ, ഒരുപാട് ഞങ്ങൾക്ക് മെസ്സേജുകൾ വരുമ്പോഴത്തേക്ക് ഈ പൈസ ഇട്ടവരൊക്കെ ചിലപ്പോൾ അങ്ങ് താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇട്ടവർ ദയവായി ഞങ്ങളെ ഒന്നും കൂടി ഒന്ന് വിളിച്ചുകൊണ്ട്, ദോഷമൊന്നുമില്ല കേട്ടോ. നമ്മൾ ചിലപ്പോൾ നമുക്ക് എത്ര നമ്മൾ ശ്രമിച്ചാലും അങ്ങ് താഴോട്ട് പോകും തോറും നമുക്ക് കിട്ടാതെ വരും. അതുകൊണ്ട് ഒന്ന് വിളിച്ചോണേ. ഒരു 3-4 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കൊന്ന് വിളിച്ചോണേ. ഞാൻ പൈസ ഇട്ടിട്ടുണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നമ്മൾ അപ്പോഴും കാണുമായിരിക്കും, പക്ഷേ നമ്മളൊന്ന് തിരിഞ്ഞ് വരുമ്പോഴത്തേക്കായിരിക്കും മെസ്സേജുകൾ പറന്ന് വരുന്നത്. അപ്പോൾ അത് വീണ്ടും താഴോട്ട് പോകും കേട്ടോ. അതുകൊണ്ട് പലർക്കും അങ്ങനെയൊക്കെ കിട്ടാതെ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോണേ. ഇവിടെ മഴ പെയ്തു കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ 5 ഇട്ടിട്ടുണ്ട്, ഓരോ ലെയറിലും ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ബ്ലാക്ക് കണ്ടോ, ഞാൻ പല ബ്ലാക്കുമായിട്ട് ഇത് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇത് ഭയങ്കര കറുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കറുപ്പാണ് ഈ മാലയ്ക്ക്. നമ്മുടെയൊക്കെ ശരീരത്തിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ എന്ത് രസമായിരിക്കും കാണാനായിട്ട്. എന്നിട്ട് നമ്മൾ 5 ഇട്ടല്ലോ, 5 ഇട്ടിട്ട് നമ്മൾ ഒരു 2 ഹോളും കൂടി ഇട്ട് കൊടുക്കും. അത് നമ്മുടെ ഒരു മിഡി പ്ലേറ്റാണ്. ഈ 2 ഹോൾ ഇടുമ്പോഴത്തേക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള, ഈ സ്റ്റോൺ കറക്റ്റ് ആയിരിക്കണം എന്നുള്ളത് ശ്രദ്ധിച്ചോളാം കേട്ടോ. അതും കൂടി ശ്രദ്ധിച്ചാൽ മാത്രം മതി. നിങ്ങൾ തിരിഞ്ഞ് മറിഞ്ഞും പോകരുത് കേട്ടോ. ഇങ്ങനെ ഇടണമെന്നാണ് ഞാൻ പറഞ്ഞത് കണ്ടോ. ഇങ്ങനെ കിടക്കണം. ഇതുപോലൊരു 3 സ്റ്റെപ്പ് നമുക്കിടാം. അങ്ങനെ ഒരു സൈഡ് ഫുള്ളായിട്ടില്ല, ഇത്രയായിട്ടുണ്ട് കണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്കറാക്കാം കേട്ടോ. ഇങ്ങനെ ചോക്കറാക്കാം, അത് നല്ലതായിരിക്കും ചോക്കർ മാലൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ ഈ ഓരോന്ന് കാണിക്കുന്നത് എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽസ് ഉണ്ടായിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പോഴും പലരും ഫോൺ നമ്പർ തരുമോ, ഫോൺ നമ്പർ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാനതിൽ ഫോൺ നമ്പർ ഇടുന്നത്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണാതെ കിടന്ന് പറയുന്നവരാണ്. അപ്പോൾ കണ്ടവരാണെങ്കിൽ നമ്മളെ വിളിക്കുന്നുമുണ്ട്, മെസ്സേജ് അയക്കുന്നുമുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് എന്നെ അങ്ങനെ വിളിക്കേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇതിനെ സംബന്ധിക്കുന്ന എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാനുള്ള ഫോൺ നമ്പറാണ് ഞങ്ങളതിൽ കൊടുത്തിരിക്കുന്നത്. അല്ല, ഞാൻ മാക്സിമം ഞങ്ങൾ എടുക്കാറുണ്ട്. ഇവിടെ ആരെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ മോള് നോക്കാറുണ്ട്, ഹസ്ബൻഡ് നോക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ ഞാൻ കണ്ടില്ലെങ്കിൽ എൻ്റെ കയ്യിൽ തരും. ഞാൻ സംസാരിക്കാറുണ്ട്. എത്രയോ പേരടുത്ത് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇച്ചിരി അങ്ങനെയൊന്നും അല്ലല്ലോ സംസാരിക്കുക. ഇവരൊക്കെ പരാതിയും കൂടി ഇത്രയും കിടന്ന് സംസാരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ടൈമില്ല, ഓരോരുത്തർക്ക് മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി 5-10 മിനിറ്റ് വരെ ചിലവഴിക്കാറില്ലേ. നിങ്ങൾ പറ അല്ലേ എന്നുള്ളത്. പക്ഷേ അങ്ങനെ എൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഫോൺ നമ്പർ വെച്ചേക്കുന്ന ഇതിനാണ്, നിങ്ങൾക്ക് വിളിക്കാൻ തന്നെയാണ്. പിന്നെ വൈകിട്ട് വിളിക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ആ സമയം പറ്റില്ലായിരിക്കും. എന്തായാലും വിളിച്ചിട്ടേരെ ഞങ്ങൾ തിരിച്ച് വിളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഈ മിഡി പ്ലേറ്റ് ഇടുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയാം. 2 ഹോളിന് ഇത്ര ഒരു ഗ്യാപ്പ് വരും കേട്ടോ. അതേസമയം മിഡി പ്ലേറ്റ് ഇട്ട് പോവുകയാണെങ്കിൽ ഈ ഗ്യാപ്പ് ഒഴിവാക്കാം. ഈ സ്ഥാനത്ത് നമുക്ക് ഒരു മിഡി പ്ലേറ്റ് കൂടി ഇട്ട് പോകാം. അത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അടുത്തിരിക്കും, ചേർന്നിരിക്കും. ഇപ്പം ഞാനിതിങ്ങനെയാണ് വിട്ടേക്കുന്നത്. പക്ഷേ ഇതിലൊക്കെ ഞാൻ മിഡി പ്ലേറ്റ് അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അധികം സ്റ്റോൺ കൊടുത്തിട്ടില്ല. മിഡി പ്ലേറ്റ് കൊടുത്തേക്കുന്നതുണ്ടോ. അപ്പോൾ ചേർന്നിരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കുക എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഞാൻ എല്ലാ മെത്തേഡും കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്പർ 3 മണി ഇട്ടിട്ടുണ്ട് കേട്ടോ. 3, 3, 6 അത്രയും മതി. എനിക്കൊന്ന് 0യേക്കാളും നമ്പർ 3 മണി കുറച്ചും കൂടി ഭംഗിയാണെന്ന് തോന്നുന്നു. അത് ഓരോന്ന് ചെയ്ത് വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ അതെല്ലാം 0 ആണ് ഇട്ടത്. 3 ഇട്ടാൽ മതി കേട്ടോ. നമ്പർ 3 മണി ഇട്ടാൽ മതി. ഇത് മൈക്രോ പോളിഷാണ് ഈ നമ്പർ 3 മണി. നല്ലതാണ്. ഇത്ര പോളിഷാണെങ്കിലും ചിലരുടെ ദേഹത്ത് കയറുമ്പോഴത്തേക്കും അത് കറക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഓരോ ഗോൾഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടം വിട്ടിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രിസ്റ്റലും കൂടി ഇട്ട് കൊടുത്തു. ഇതാണ്ടേ. ഇനിയും പ്രധാനപ്പെട്ട ഒരു പണി എന്താണെന്ന് വെച്ചാൽ, ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു പണിയുള്ളത്. ഫ്യൂസ് സ്റ്റാർ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഫ്യൂസ് സ്റ്റാറിന് വെറുതെ നമ്മൾ ഇരുത്തിയിട്ട് കുറേ സമയമായിട്ടുണ്ട്.
അപ്പോൾ അതിനെ നമുക്ക് അത്യാവശ്യം ഇതുപോലെ വലിച്ചെടുക്കുക. കുറച്ച് മതിയല്ലോ, രണ്ട് സൈഡും നമുക്ക് ഉപയോഗം ഉണ്ടാവും. കുറച്ച് ആവശ്യത്തിന്, അല്ലെങ്കിൽ ഇതിനകത്തൊരു കെട്ട് വരുന്നുണ്ട് കേട്ടോ. ആ കെട്ടിനെ അങ്ങ് അഴിച്ചിട്ട് നമ്മളിതുപോലെ രണ്ടായിട്ട് എടുത്താൽ മതി. ആദ്യം ക്യാപ്പ് ഇടുക. ക്യാപ്പേ ഇതുപോലെ രണ്ടും ചേർന്നായിരിക്കും ഇരിക്കുന്നത്. അവർ അങ്ങനെ ചെയ്തിട്ടായിരിക്കും പ്ലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും നമുക്ക് ഈ ക്യാപ്പുകളെല്ലാം പൊട്ടിച്ചെടുക്കേണ്ടി വരും ഈ പ്രസ്സിംഗ് പ്ലെയർ വെച്ച്. അറിയാൻ പറ്റാത്തവർക്ക് ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കുന്നുകൂടിയിരിക്കുന്ന സാധനത്തിന് ചെറിയ സംഭവമല്ലേ, ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് അടന്ന് വരും. ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റിക്കിൽ വെച്ച് തന്നെ അതിൻ്റെ ആ ഒരു ഗോൾഡൻ കമ്പിയിലല്ലേ ഇത് വരുന്നത്, അതിൽ വെച്ച് തന്നെ പൊട്ടിച്ചിങ്ങെടുത്താൽ മതി. എന്നിട്ട് ഒരു ക്യാപ്പ് ഇടുക. അത് കഴിഞ്ഞ് ഈ ഒരു ക്രിസ്റ്റൽ ഇട്ട് കൊടുക്കുക. നമ്മളിപ്പം വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്പ് ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷേ ക്യാപ്പിട്ടാൽ കുറച്ചുകൂടെ ഭംഗി മാത്രവുമല്ല, ഈ ചില മുട്ടുകൾ ക്രിസ്റ്റലിനകത്ത് നിൽക്കത്തില്ല. അത് നമ്മൾ വളച്ച് വരുമ്പോഴത്തേക്ക് അതിങ്ങ് ഊരിങ്ങി പോരും, ക്രിസ്റ്റൽ ഇങ്ങ് താഴെ പോരും. അതുകൊണ്ട് ക്യാപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയുമാണ്. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് ഗുങ്കുരു ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പക്ഷേ ഇന്ന് നമ്മൾ ഈ ഗുങ്കുരു ഉണ്ടാക്കുന്നത് 2 ഹോളിനകത്ത് വെച്ചാണ്. ഒരു 2 ഹോൾ ആയാലും 4 ഹോൾ ആയാലും എടുക്കുമ്പോഴത്തേക്കും നമുക്ക് 2 വശവും ആവശ്യമുണ്ട്, 2 വശത്തെ ഹോളും ആവശ്യമുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കാതെ നമ്മളെന്ത് ഈ കയറിപ്പോകുന്ന ഒരു ഹോളിനകത്തൂടെ നമ്മൾ കെട്ടി അവിടെ അങ്ങ് വെക്കും. എല്ലാം കഴിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും അതിൻ്റെ മുകളിൽ നമുക്ക് അതിന് മുകളിലായിട്ട് ഹോളില്ല എന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ അതിൻ്റെ ഓരോ സ്റ്റോണും എടുത്തിട്ട് ഒരു 2 ഹോൾ എടുത്തിട്ട് 2 വശവും ഹോളുണ്ടോ എന്ന് നോക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ സൂര്യപ്രകാശത്ത് ഇങ്ങനെ വെട്ടത്ത് വെച്ച് നോക്കുമ്പോൾ 2 വശത്തുള്ള ഹോൾ കാണാൻ പറ്റും. അങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് കറക്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കൊന്ന് കെട്ടി പോകാൻ പറ്റും. അപ്പോഴും നമുക്ക് ക്രിസ്റ്റലാണ് ഈ ഇതിൻ്റെ ഒരു ഹോളിൽ ഞാൻ ഹോൾ വഴി കയറിയിട്ടുണ്ട്. ഈ പറഞ്ഞത് ഒരു ടിപ്പാണ്. കാരണം എന്ന് വെച്ചാൽ പലരും ശ്രദ്ധിക്കാതെ പോയ വലിയ കാര്യമാണ്, എന്നാൽ ചെറിയ കാര്യവുമാണ്. എന്നിട്ട് കുറച്ച് നമ്മൾ ഗുങ്കുരു കെട്ടുന്ന പോലെ തന്നെയാണ് സംഭവം. ഇതിപ്പോൾ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് ഒരു ഫ്യൂ സ്റ്റാർ ഫുള്ളായിട്ടും എടുത്തു, ഒരു പ്രശ്നമില്ല. തുടക്കക്കാർക്ക് ചിലപ്പോൾ അത് പറ്റണമെന്നൊന്നുമില്ല. പിന്നെ നമ്മളിതാ ഇതിൽ വെച്ച് പിടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. നമ്മുടെ വിരലും കൂടി വരുമ്പോഴത്തേക്ക് ഇത് ആകെപ്പാടെ ഇതെല്ലാം ചെറിയ സാധനങ്ങളല്ലേ, ഒരുപാടൊന്നും ചുറ്റണ്ട, അവരൊന്നും പോകില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രസ്സിംഗ് പ്ലെയർ വെച്ചുകൂടെ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. ഇതാടാ ഇങ്ങനെ കിടക്കും. ഇത് നമ്മളൊരു 10-30 അല്ലെങ്കിൽ ഒരു 25 ചെയ്യുമ്പോൾ നടുഭാഗത്തെ 25 വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ സ്ഥലം കൂട്ടി കൊടുക്കേണ്ടി വരും. കുറച്ച് മതിയെങ്കിൽ നമ്മൾ ഇവിടെ ക്രിസ്റ്റൽസ് കൂട്ടി കൊടുത്തിട്ട് പിന്നെ 25 വേണമെന്നില്ല. ചിലർ നമ്മൾ അന്ന് പാലക്കാമാലയൊക്കെ ഇട്ടില്ല, ഒരു 6, 7, 10 എന്നുള്ള ക്രമത്തിൽ ഒരു 10 ഇടുകയാണെങ്കിലും ബാക്കി ക്രിസ്റ്റലിന് പോയാലും നല്ല രസമായിരിക്കും കാണാനായിട്ട്. അത് ഇത്രയും കാണിച്ചു തരുമ്പോൾ കുറച്ച് ഐഡിയാസ് കൂടെ നിങ്ങളിൽ എത്തണം. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു ഫലമില്ലാതെ വരും. അല്ലാതെ ചേച്ചി കാണിച്ച് തന്നത് മാത്രം ചെയ്തുകൊണ്ടിരിക്കല്ലേ ദേവി. പക്ഷെ കുറേ പേർക്കൊക്കെ നല്ല ഐഡിയാസൊക്കെ ഉണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. അവരെന്ത് പറയും, ചേച്ചി ചെയ്തതിനെ കണ്ടപ്പം അത് കുറച്ചും കൂടി ഐഡിയ കിട്ടി, ഞാനത് വേറെ രീതി ചെയ്തെന്ന് പറയും. സന്തോഷമാണ് എനിക്ക്. അപ്പോൾ ഇതുപോലെ ക്രിസ്റ്റൽസ് ആദ്യം നമ്മൾ ഉണ്ടാക്കിയിടുക. ഫസ്റ്റ് ഇതാണ് ഉണ്ടാക്കിയിടേണ്ടത്. എന്നിട്ട് നമ്മളിത് ബാക്കി വർക്ക് ചെയ്യുക. ഇത് കണ്ടല്ലോ, ഇത് വേറെ മോഡൽ ഗുങ്കുരുവാണ്, 2 ഹോൾ ഗുങ്കുരു. പിന്നെ കോഴിക്കോട്ട് നിന്ന് തന്നെ ഒരു റഹ്മത്താത്ത വിളിച്ചിരുന്നു. പുള്ളിക്കാരിക്ക് ക്യാൻസറാണ്. പക്ഷെ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. എന്താ പറയുന്നത് എനിക്കറിയില്ല. എന്നെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഉമ്മ തന്നവർ കൊല്ലുമായിരുന്നു, അത്ര സ്നേഹമായിരുന്നു. എത്ര നേരം നമ്മൾ സംസാരിച്ചെന്നറിയാം. അതൊക്കെ ഒരു സന്തോഷമല്ലേ ആ ഉമ്മയ്ക്ക്. അപ്പോൾ ഉമ്മ എന്തായാലും സുഖമായിരിക്കുക. എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉമ്മയ്ക്കുണ്ടാകും. അപ്പം എല്ലാവരും ഞാൻ ഓരോ സ്ഥലത്ത് വരുമ്പോൾ ഓരോരുത്തരെ കാണാൻ ശ്രമിക്കാം. എന്നെ പലരും കാണാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓരോ സ്ഥലത്ത് വരുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പം എവിടെയാണെന്നൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പം നിങ്ങളെന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ തീർച്ചയായിട്ടും വന്ന് കാണാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടം വരെ നമ്മൾ ചെയ്തു. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോണേ. ഇവിടം വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ കണക്കൊന്നും നിങ്ങൾ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ബാക്ക് ചെയിൻ ഇടാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബാക്കിലോട്ട് പോകാം. ബാക്കിൽ പോകുമ്പോഴത്തേക്കും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഗോൾഡുകളൊക്കെ കൊടുക്കാതിരിക്കുക. മാക്സിമം ക്രിസ്റ്റൽ മാത്രം കൊടുത്തു പോവുക, മിഡിൽ പ്ലേറ്റ് വിട്ട്. ഇനി നമ്മൾ ഇതിപ്പോൾ 2 ലെയർ ആയിരുന്നല്ലോ. ഇനി നമ്മളിതിനെ 1 ആക്കാൻ പോവുകയാണ്. നമുക്കിനി 2 ലെയർ വരുന്നില്ല. തിരിച്ച് പോകുമ്പോഴാണ് നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഓരോ
ടൂ ഹോളും കൊടുക്കുമ്പോൾ ഓരോ ക്രിസ്റ്റൽ അതിൻ്റെ ഇടയ്ക്ക് കൊടുത്തു പോകണം. അങ്ങനെ നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത് എത്രയാണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് വെച്ചാൽ ഞാനൊരു 30 ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 25 അല്ലെങ്കിൽ ഒരു 30 നമ്മൾ കൊടുത്തു പോകും. മാക്സിമം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ടൂ ഹോളിൽ കണക്ട് ചെയ്തതിന് ശേഷം മാറ്റി ഇടുക. പിന്നീട് നിങ്ങൾ കട്ട് ചെയ്യാനായിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഉടനെ ഒരെണ്ണം ചെയ്ത് ഉടനെ ഇരുന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ചെയ്തിടുക, എന്നിട്ട് ലാസ്റ്റ് ഇരുന്ന് കട്ട് ചെയ്യുക. അതാണ്ട് ഇതിൻ്റെ വാലറ്റം വരുന്നില്ലേ ഫ്യൂസ് സ്റ്റാറിൻ്റെ, അതിനെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമുക്ക് എളുപ്പ പണിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇനി നിങ്ങൾ ഇതുകൂടെ കുറച്ചുകൂടെ കാണിച്ചിട്ട് ഞാൻ ഫുള്ളല്ല, ഇതിൻ്റെ ഒരു പകുതി കാണിച്ചു തരാം. അല്ല, ഇതുപോലെ വർക്ക് ചെയ്തപ്പോൾ നമ്മളിപ്പോൾ ഈ താഴത്തെ കണ്ടോ, ഇതാണ് ഫുൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ വന്നിട്ട് മെറ്റീരിയൽസ് എൻ്റെ വരവ് അനുസരിച്ചാണ് ഞാൻ പോയി എടുക്കാത്ത സ്ഥിതിക്കാണ് നമുക്ക് ഇത്രയും ലേറ്റ് ആകുന്നത്. അപ്പോൾ ഇത് കുറച്ച് ആദ്യത്തെ ഇങ്ങ് വന്നു കഴിയുമ്പം അത് പകുതിയും തീർന്നു കഴിയും. പിന്നെ അടുത്തത് വരാൻ താമസിക്കും. കൊച്ചിയിലൊക്കെ പിടിച്ചിടുന്നുണ്ട് ഈ കൊറിയറൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് സാധനങ്ങൾ എല്ലാവരും ഒത്തു കൊടുക്കാൻ പറ്റാതെ വരുന്നു. അതാണ് ഈ ലേറ്റ് ആകാൻ കാരണം. എന്തായാലും ചിങ്ങമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനെല്ലാം നമ്മളൊരു അറുതി വരുത്തുന്നതാണ്. എല്ലാം കറക്റ്റ് കൃത്യമായിട്ട് നിങ്ങളിൽ എത്തിക്കാനുള്ള ശ്രമം ആരംഭിക്കുക. അപ്പോൾ ഇപ്പം എനിക്ക് മെറ്റീരിയൽസിനെ കൊടുക്കുന്നതിനെ പറ്റി എനിക്കൊരു ചിന്ത പോലും ഇല്ലാതിരുന്നു. അപ്പോൾ എല്ലാവരും ആവശ്യപ്പെടുകയാണ് മെറ്റീരിയൽസ് വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനിത് കുറേ ചിറക്കി തുടങ്ങിയത്. അപ്പോൾ ഞാൻ പോയെങ്കിൽ ഒറ്റ സ്റ്റെപ്പിന് ഇവിടെ എത്തത്തുള്ളൂ. ഈ ഒറ്റ സ്റ്റെപ്പിന് എത്താത്ത സ്ഥിതിക്കാണ് നമുക്ക് ഇത്രയും ലേറ്റ് ആകുന്നത്. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണേ. അപ്പോൾ എങ്കിലും ചിങ്ങം തൊട്ട് ഞാൻ കറക്റ്റ് നിങ്ങൾ എത്തിച്ചു തരാം. നല്ല സാധനങ്ങൾ, നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ, നല്ല ഡിസൈനുള്ള സാധനങ്ങൾ എത്തിച്ചു തരാം. അതുപോലെ ആൺകുട്ടികൾക്കുള്ള ബ്രേസ്ലെറ്റ്, ബീഡ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ പോയി തന്നെ എടുക്കണം. അതൊരു ഷോപ്പെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പലയിടത്ത് നടന്ന് പോകുമ്പോൾ കാണുന്നത് എടുക്കുക, അങ്ങ് വെറൈറ്റി കാണുന്ന അങ്ങ് എടുത്തുകൊണ്ട് വരുന്നതാണ്. പിന്നെ വന്നിട്ട് ക്ലാസ്സിനെ പറ്റി ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരികയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താ, ചേച്ചിയുടെ അടുത്ത് വന്ന് പഠിക്കുന്ന അത്രയും പറ്റില്ല. അത് ശരിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. പക്ഷേ നമുക്ക് ഇപ്പം ഞാൻ ഈ ഒരു മാല കാണിച്ചാൽ ഇതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. മറ്റേത് അങ്ങനെയല്ല, കുറേ കാര്യങ്ങൾ നിങ്ങളെ എത്തിക്കാൻ പറ്റും. അത് ശരിയാണ്. പക്ഷേ എന്തായാലും ചിങ്ങം ഒരു പകുതി ആകട്ടെ, ഞാൻ ആഴ്ചയിൽ ഒരു ക്ലാസ്, ഒറ്റ ദിവസത്തെ ക്ലാസ് എടുക്കാം. എങ്കിലേ എനിക്ക് നിങ്ങളുടെ കൂടെ നിന്ന് ഇതൊക്കെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ നിങ്ങളെ അവിടെ ഇരുത്തിയിട്ട് എൻ്റെ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ കൊറിയറിൻ്റെ കാര്യങ്ങൾ നോക്കാനോ പോയാൽ ഒന്നും നടക്കത്തില്ല. അപ്പം ഞാൻ ഇതിനു വേണ്ടി മാറ്റി വെക്കുകയാണ് ഒരു ദിവസം. അത് ഞാൻ എന്തായാലും ഇതിനകത്തൂടെ അറിയിക്കാം കേട്ടോ. പിന്നെ അടുത്ത ഒരു കാര്യം പറയാനുള്ളത്, പറയുന്നെങ്കിലും നമ്മുടെ പണി നടക്കുന്നുണ്ട് കേട്ടോ. അടുത്ത കാര്യം പറയുന്നത് ത്രെഡ് വർക്ക് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരിക്കും. അവർക്ക് ജോലിയുള്ളവരൊക്കെയാണ്. അപ്പോൾ അവർക്ക് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അതിന് ഞാൻ ഇതുപോലെ രാത്രികളിൽ സമയം കണ്ടെത്തി ത്രെഡ് കുറച്ച് പേർക്ക് ചെയ്തു കൊടുക്കാമെന്ന് ചോദിച്ചു. ത്രെഡ് അങ്ങനെ ആവശ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കളേഴ്സുകൾ പറഞ്ഞാൽ ഞാനത് ചെയ്തു തരാം. അപ്പോൾ നോക്ക്, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇത്രയും ഇട്ടാലും മതി കേട്ടോ. ഈ നടുക്ക് മാത്രം ലോക്കറ്റ് മോഡലിൽ നമുക്ക് ഇടാൻ പറ്റും. മാലകൾ ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടാലും മതി, ഒരു കുഴപ്പവും ഇല്ല. ഇനി ഇതിൻ്റെ ഫുൾ വർക്ക് ചെയ്യട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ മാലയൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ നിങ്ങളെ ഇത്രയിടെ കാണിച്ചത് കണ്ടോ. എന്നിട്ട് ഇതുപോലെ തന്നെ ആയിരിക്കും ഈ സൈഡിൽ വരുന്നത്, വ്യത്യാസമൊന്നുമില്ല. ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല കേട്ടോ, നിങ്ങളെ കാണിച്ചിട്ട് അത് ലോക്ക് ചെയ്തുള്ളൂ. ഇത് നമ്മൾക്ക് 100 രൂപയ്ക്ക് അകത്ത്, 100 രൂപ മാക്സിമം 100-125 രൂപയ്ക്കകത്ത് ഈ മാല നമുക്ക് ചെയ്ത് തീർക്കാം. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റ ലെയർ ക്രിസ്റ്റൽ മാത്രമാണ് ഞാൻ ഇതിനെടുത്തത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടൂ ഹോൾ കെട്ടിയില്ലേ, ഈ ഇടയ്ക്കത്തെ ഈ ടൂ ഹോൾ അല്പം ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ രണ്ട് ലെയർ ബ്ലാക്ക്, മെറൂണ് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഒരു 6 പീസ് ഇട്ടാലും നല്ല രസമായിരിക്കും കേട്ടോ. ത്രെഡ് വർക്കിനേക്കാളും അടിപൊളിയായിരിക്കും അത്. അപ്പം ചേടാപ്പെട്ടിയിലേക്ക് ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെയും 2 ഹോളുണ്ട്, ഇതിനകത്തൂടെ കയറ്റുക. ലോക്ക് കാണിച്ചെങ്കിലും ഞാൻ ലോക്ക് എടുക്കുന്നില്ല. എന്താ പറയട്ടെ, ഇത് നമുക്കിവിടെ ബാക്കിൽ കെട്ടി കൊടുത്താൽ മതി. പിന്നെ കറക്റ്റ് കണക്കായിരിക്കണം, അതിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകരുതേ. നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അത് കെട്ടുമ്പോഴായിരിക്കും, അത് വന്ന് നോക്കുമ്പോഴായിരിക്കും അറിയാൻ പറ്റുന്നത്. ഇപ്പം കണ്ടോ, ഇപ്പം കറക്റ്റ് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് കെട്ടുന്നതിന് മുൻപേ ഇത് വല്ല ലൂസായിട്ടുണ്ടോ എന്ന് നോക്കണം. ഇവിടെ എന്തെങ്കിലും ലൂസായിട്ടുണ്ടോ എന്ന് നോക്കണം. എങ്കിൽ നമ്മൾ കെട്ടിക്കഴിഞ്ഞിട്ടാണെങ്കിൽ മാല
ലൂസായിട്ട് കിടക്കും. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഇതിപ്പോൾ ലൂസൊന്നുമല്ല, നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടേ. ഇട്ട് കാണിക്കാം കേട്ടോ. ഇട്ട് കാണിക്കാമേ. കൊള്ളാമോ? കൊള്ളാമോന്നോ? ഒരു സുപ്രഭാതത്തിൽ ഞാൻ പലരുടെയും വീടുകളിലെത്തും. നിങ്ങൾ നോക്കിക്കോ. നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ വരും. പക്ഷേ വഴി അഡ്രസ്സ് അറിയാമെങ്കിലേ വരാൻ പറ്റുള്ളൂ. പലരുടെ അഡ്രസ്സ് എനിക്കറിയാം കേട്ടോ. ഞാൻ വരും, നോക്കിക്കോ. വിശന്നാ വരുന്നെങ്കിൽ ചോറൊക്കെ തരണേ, വെറുകയോട് വിടല്ലേ. അപ്പോൾ ഇത് 2 കെട്ട്. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ 3 കെട്ടിക്കോ. ഇത് കെട്ടുന്ന കാര്യമാണ് പറഞ്ഞത്, വേറൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ചേച്ചി 3 കെട്ടിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് 3 കെട്ടാൻ പോകല്ലേ ദേവി ചെയ്ത്. അപ്പോൾ ഓരോരുത്തരിന്ന് പറയാം, പിന്നെ 1 കെട്ടിയത് പാട് നമുക്കറിയാം അല്ലേ. ക്യാമറമാൻ കേൾക്കുന്നുണ്ട് കേട്ടോ, കേൾക്കട്ടെ അല്ലേ. അപ്പോൾ ഇനി ഞാൻ കട്ട് ചെയ്യുകയാണേ. നല്ലവണ്ണം ടൈറ്റ് ചെയ്തോണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിലേ പണി കിട്ടും. എല്ലാം കഷ്ടപ്പെട്ട് ഇവിടം വരെ ചെയ്തിട്ട് വന്നിട്ട് അവസാനം നൂലിലും ചെയ്യാം. പക്ഷേ എനിക്കിഷ്ടം ഈ ഗിയർ വയർ ചെയ്യുന്നതാണ്, എളുപ്പ പണിയുമാണ്. ദേഹത്ത് കൊള്ളാതെ നോക്കണം. ഇത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, ദേഹത്തൊന്നും കൊള്ളത്തൊന്നുമില്ല. ഞാൻ ഇതൊക്കെ ഇട്ട് കാണിച്ചു തരാം. ഇത്രയായപ്പോൾ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി ഇതിന് ഹൂക്ക്, ഗിയർ ലോക്ക് വേണമെങ്കിൽ ഇടാൻ കേട്ടോ. ലോക്ക് ചെയ്ത് ഞാൻ വേറെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. ഈ ത്രെഡാണ് എല്ലാവർക്കും, ഈ ത്രെഡായിരിക്കും എല്ലാവരുടെയും ബാക്കിൽ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. എനിക്ക് അതിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല. കാരണം വെച്ചാൽ ഒരു ഗെറ്റപ്പൊക്കെ വേണ്ടേ. ഇതൊക്കെ ഇടുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ ബാക്ക് ത്രെഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ കോമ്പിനേഷൻ വേണം സിൽക്ക് ത്രെഡിൽ. അതൊരു ദിവസം കാണിക്കാൻ ആരും എൻ്റെ അടുത്ത് ഇപ്പോൾ ആവശ്യപ്പെടരുത്. ഞാൻ കുറച്ച് കളേഴ്സുമായിട്ട് വന്നിട്ട് നിങ്ങളെ കാണിക്കത്തുള്ളൂ കേട്ടോ. നെക്ലസ് മോഡലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് നെക്ലസിന് മാത്രമാണ് ചേരുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ബ്ലാക്ക് ഉണ്ട്, നല്ല രസമല്ലേ കാണാനായിട്ട്. ഞാനൊന്നും ഇട്ടാൽ രസം വരില്ല. നിങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത കളറുകൾ കാണട്ടെ. അടുത്ത കളറാണ് ഇഷ്ടപ്പെട്ടോ? ഈ കളർ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇപ്പം മനസ്സിലായി. ഞാൻ എപ്പോഴും പറയുന്നില്ല 2 ഹോൾ വൈറ്റ് സ്റ്റോൺ തന്നെ എടുക്കണമെന്ന് പറഞ്ഞാൽ. അപ്പം നമുക്കൊരു നഷ്ടവും വരില്ല. ഇപ്പോൾ ചുമപ്പ്, പച്ച, അങ്ങനെ പല കളേഴ്സുകളുണ്ട് 2 ഹോൾ. ഇപ്പം നമ്മളൊരു ബോക്സ് വാങ്ങിക്കാൻ ഞാൻ പറയുന്നത് എന്തിനാണ്, ലൂസ് വാങ്ങിക്കരുത്. പിന്നെ നിങ്ങൾ ലൂസ് നമ്മുടെ അടുത്ത് ആവശ്യപ്പെടും, വേറെ ഞാൻ ഓരോ ഐറ്റംസ് കാണിച്ചു തരുമ്പോൾ. അപ്പോൾ അത് ഞങ്ങൾക്ക് നഷ്ടമാണ്, നിങ്ങൾക്കും നഷ്ടമാണ്. കാരണം ലൂസ് പൊട്ടിച്ച് എണ്ണി പറക്കിയൊക്കെ തരുന്നത് അതിനേക്കാളും നല്ലൊരു ഫുൾ ബോക്സ് അങ്ങ് വാങ്ങിച്ചോളൂ. ഇതുപോലൊക്കെ ഉപയോഗങ്ങളുണ്ടാവും. ഇതൊന്നുമല്ല, ഇനിയും പല പല മോഡൽ നമുക്ക് കാണിക്കാറുണ്ട്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ വേറെ മോഡലുകൾ കാണിച്ചു തരാം. അപ്പോൾ 2 ഹോൾ ഇരിക്കുന്നതുകൊണ്ട്, ഈ വൈറ്റ് സ്റ്റോൺ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. ഇപ്പോൾ ചിലർ വന്നിട്ട് പറയാം, എനിക്ക് കുറച്ച് ലോക്കറ്റ് മോഡലിൽ ഒന്ന് ചെയ്തു തരാൻ പറഞ്ഞ്, അങ്ങനെ എത്ര മാല നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എവിടെയാണ് നഷ്ടം വരുന്നത്? അതുപോലെ തന്നെ ചെയിൻ ഓരോരുത്തർ, നമ്മുടെ 1 മീറ്റർ ചെയിൻ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. 1 മീറ്റർ ചെയിനിനകത്ത് എത്ര പാദസരം ഉണ്ടാക്കാം, എത്ര മാല ഉണ്ടാക്കാം, എത്ര ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം? നിങ്ങൾ തന്നെ പറയാം. നിങ്ങൾക്ക് തന്നെ കുറച്ച് ഇതില്ലേ 1 മീറ്ററിനകത്ത് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. ഞാൻ തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു ദിവസം പറഞ്ഞല്ലേ, അതിനകത്ത് ഒരു പാദസരം ഉണ്ടാക്കാൻ പറ്റും, ഒരു മാല ഉണ്ടാക്കാൻ പറ്റും. ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെ കൈയുടെ അളവും പല രീതിയിലാണ്. ചിലർക്ക് നൈസായിരിക്കും, കുഞ്ഞുങ്ങളുടെ കൈയായിരിക്കും പോലെ ചിലർക്ക് ഇത്രയും വലിയ കൈയായിരിക്കും, ഭയങ്കര വണ്ണമുള്ള കൈകളൊക്കെ കാണും. ഇതൊക്കെ ഒരു കാലിൽ കയറുന്ന അത്രയും, ആ ഒരു പാസരത്തിൻ്റെ അത്രയും കാണും ഓരോരുത്തരുടെ കൈ. എന്നിട്ട് ഞാൻ പറയണോ എത്ര ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ പറ്റും? ഞാൻ പറയുകയാണ് ഒരു 5 ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് എൻ്റെ കൈ പോലത്തെ ആയിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതൊന്നും അല്ലാതെ വലിയ വലിയ കൈകളാണ് അവർ പറയുന്നതെങ്കിൽ ഞാൻ കുടുങ്ങിയില്ലേ അവിടെ. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ അളവുകളൊന്നും തരാൻ പറ്റത്തില്ല. അതൊക്കെ നിങ്ങൾ ആളും തരവും കണ്ട് വേണം ഓരോരുത്തർക്ക് കണക്കാക്കി ചെയ്തു കൊടുക്കാൻ. അതിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ അതും ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു ദിവസം കമ്പിക്കെട്ട് മാലയിൽ ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ പീസുകളൊക്കെ ഇങ്ങനെ വരുന്നെങ്കിൽ ബാലൻസ് കിടന്നോട്ടെ. ഒരു 5 എണ്ണം നമുക്ക് കിട്ടി, നമുക്ക് ഒന്നിനും ചെയ്യാൻ പറ്റിയില്ലെന്ന് വെച്ചു. അത് നമുക്ക് കമ്പിക്കെട്ട് വരുമ്പോഴത്തേക്ക് കമ്പിക്കെട്ടിൻ്റെ ആ ചെയിനിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ഒരു സ്റ്റോണുകൾ കൊടുക്കാൻ പറ്റും. ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ സ്ക്വയർ കട്ടൊക്കെ വരുന്നില്ല, ലവ് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. എൻ്റെ ക്ലാസ് കാണുന്ന നിങ്ങളൊക്കെ ഇങ്ങനെ പറയരുത്. കാരണം വെച്ചാൽ എന്തെല്ലാം ഐഡിയ വഴിയാണ് ഞാൻ ഓരോ സംഭവങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കുറച്ചൊക്കെ പ്രവർത്തിക്കേണ്ടേ നമ്മുടെ തലച്ചോറ്. എന്താ പിള്ളേരെ നിങ്ങളൊക്കെ ഇങ്ങനെ ആയത്? അപ്പോൾ പോകെ നമുക്ക് വീണ്ടും നമുക്ക് ഒരുപാട് ഐഡിയാസുകളുമായിട്ട് നമുക്ക് തിരികെ വരാം.
ഇപ്പോൾ ഇത്രയും മതി. ഇതൊക്കെ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക. കമൻസിലൂടെ തന്നെ അറിയിക്കുക. എങ്കിലല്ലേ മറ്റുള്ളവർക്കും കാണാൻ പറ്റുള്ളൂ, അറിയാൻ പറ്റുള്ളൂ. ശരിയാണ്, ഇതൊക്കെ ഓരോരുത്തരും നല്ലതോ എന്തോ ആയിക്കോട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. സന്തോഷം, പോസിറ്റീവും നെഗറ്റീവിനെയും ഞാൻ സ്വീകരിക്കുന്നുണ്ട്. അതിന് യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. എല്ലാവരും അതുപോലെ കുറച്ച് മെൻ്റലി കുറച്ച് പ്രോബ്ലമുള്ള കുറേ ആൾക്കാർ കാണും. മാനസികമായിട്ട് പ്രയാസമുള്ളവർ ഒരുപാട് പേരുണ്ട്. ഈ വർക്കൊക്കെ ചെയ്യുമ്പോഴല്ലോ നമ്മൾ അതിന് ചിന്ത കൊടുക്കുക, അതിനൊക്കെ ഗുഡ് ബൈ പറഞ്ഞ് കളയുക. എന്നിട്ട് ഇതിന് ശ്രദ്ധ കൊടുത്ത് നമ്മൾ വർക്ക് ചെയ്ത് നോക്കുക. നമുക്ക് കുറേ മാറ്റങ്ങൾ വരും. ഇതൊക്കെ ഓരോ തെറാപ്പിയാണ്. ഓരോരുത്തർ പറയില്ലേ ഫ്ലവർ തെറാപ്പി, പിന്നെ അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിന് ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുതരാം. ഇതിന് നിങ്ങൾ കണ്ടല്ലോ ബിൻസിയെ. ഇന്ന് ബിൻസി എന്തുമാത്രം വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് തന്നെ ഭയങ്കര അതിശയമാണ് ആ കുട്ടിയുടെ കാര്യത്തിൽ. കാര്യം വെച്ചാൽ കൈയൊക്കെ ഞാൻ കണ്ടതല്ലേ, നിങ്ങളും കണ്ടതല്ലേ അതിൻ്റെ അവസ്ഥ എങ്ങനെയാണ്. പക്ഷേ ഇന്ന് അതൊക്കെ ഇരുന്ന് വർക്ക് ചെയ്ത് ഓരോ വീഡിയോസ് എനിക്ക് ഇട്ട് തരുന്നുണ്ട്. പിന്നെ ഞാൻ അതുപോലെ തന്നെ ഫ്ലവറിൻ്റെ ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ നിങ്ങൾ കണ്ടില്ലേ. അതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര അതിശയമായി പോയി. ഇത്രയും കഴിവുള്ള നമുക്ക് പോലും അത് പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ. പക്ഷേ അതൊക്കെ മനസ്സിൻ്റെ ഓരോ ധൈര്യമാണ് ഓരോരുത്തരെ ഓരോന്നിലേക്ക് പ്രേരിപ്പിക്കുന്നത്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഓരോ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അസുഖങ്ങളൊക്കെ ഉണ്ടാകും. നമ്മളിപ്പോൾ അസുഖം എന്ന് പറയുന്നത് ഒരു വേദന വന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, വേദന വേദന വേദന, ഒരു വകയും ചെയ്യാതെ ഈ വേദനയെന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വേദന കൂടുകയുള്ളൂ. അതേസമയം വേദനയൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തി അവനവൻ്റെ പണിയൊന്ന് ചെയ്ത് നോക്ക്. അത് ശ്രദ്ധ കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വേദനകൾ വരുന്നത്, ഓരോ ദുഃഖങ്ങൾ മനോദുഃഖങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ തൊഴിലിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവനവന് ഇഷ്ടമുള്ള തൊഴിൽ വേണം ഏർപ്പെടാൻ. ഇഷ്ടമില്ലാത്ത തൊഴിൽ ഏർപ്പെടരുത്. ഓരോരുത്തർക്ക് ജ്വല്ലറി മേക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, ഫ്ലവർ മേക്കിംഗ് ഇഷ്ടമാണ്, തയ്യൽ ഇഷ്ടമാണ്. ആ തൊഴിലിൽ മാത്രമേ നിങ്ങൾ ഏർപ്പെടാവൂ. അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ. ഇപ്പം ഞാൻ കാണിച്ചു തരുന്ന കണ്ടിട്ടോ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതുപോലെ ഞാൻ പറഞ്ഞില്ല, ബിൻസി ഓരോന്ന് ചെയ്യുന്നുണ്ട്, എനിക്ക് ഓരോന്ന് ഇട്ട് തരുന്നുണ്ട്. ഒരു ദിവസം ബിൻസിയുടെ അവിടെ പോയിട്ട് ഞാൻ ആ വീഡിയോ കവർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ആ കുട്ടി എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ ഇത്രയും അസുഖമായിരിക്കുന്ന ഒരു കുട്ടി ഇത്രയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? അതിൻ്റെ അസുഖങ്ങളെയൊക്കെ അത് മറന്നിട്ടാണ്, അതിന് അസുഖ വേദന എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ അതെല്ലാം മറന്നിട്ടാണ് ഇതെല്ലാം ഇതിലേർപ്പെട്ടെ. അപ്പോൾ ഇതിലേർപ്പെട്ടപ്പോൾ അതിൻ്റെ അസുഖങ്ങളൊക്കെ പകുതി മാറി, അതായത് മാറ്റി വെച്ചു, വേദനയൊക്കെ അവിടെ ഇരിക്കട്ടെ എന്നുള്ള രീതി. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം, നമ്മുടെ എല്ലാ വേദനകളും മാറ്റി വെച്ച് നമുക്കറിയാവുന്ന തൊഴിലിലേക്ക് ഇറങ്ങിത്തിരിക്കുക, സന്തോഷം കണ്ടെത്തുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ഒരിക്കൽ കൂടി ബൈ ബൈ പറയാം. ഓക്കെ, ബൈ.